ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആമേൻ. ഉലക മഹാത്മാവാകു ഉറങ്ങുന്നു കല്ലറയിൽ. ഉലക മഹാത്മാ അഖിലരുമൊരുകു ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ പാടിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉലകത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവീൻ. ആമേൻ ആമേൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പീ. ആമേൻ ആമേൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പീ. നമ്മളാത്മനാഥൻ ജീവിക്കയേ. സ്തോത്രം. ഒന്നുകൂടെ ആ വേദാംശം വായിക്കുന്നു. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. ഒന്നാമത്തെ ആ ഭാഗം ഇങ്ങനെ പറയുന്നു, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇന്ന് പകലിൽ, ഈ വ്യാഴാഴ്ച പകലിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന ഒരു പ്രഭാതമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുവാൻ പോകുകയാണ്. ഒന്ന്, നിന്റെ ന്യായവിധികളെ മാറ്റാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. രണ്ട്, നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യം ഇസ്രായേലിൻ്റെ നടുവിൽ ദൈവം ചെയ്തു കൊടുത്ത ഒരു വലിയ ഒരു അത്ഭുതമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 13-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗവും 14-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സിയോൻ പുത്രിയെ ഘോഷിച്ച് ആനന്ദിക്കുക. ആമേൻ. ഇസ്രായേലെ ആർപ്പിടുക. യെരൂശലേം പുത്രിയെ ആമേൻ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. പൂർണ്ണമായ ഒരു ഹൃദയം ഇന്ന് പകലിൽ ആമേൻ സ്വർഗത്തിലെ ദൈവം നിന്റെ മുൻപിൽ തരാൻ പോകുക. കാരണം നിന്റെ ഇന്നലകളിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വേദനകൾ ഉളവാക്കുന്ന, ചില പ്രയാസങ്ങൾ ഉളവാക്കുന്ന നിമിഷങ്ങളായിരിക്കാം. കണ്ണടയ്ക്കുമ്പോൾ ആമേൻ ഒരു ഭീതിപ്പെടുത്തുന്ന ആമേൻ ആ പ്രയാസങ്ങൾ നീ കാണുകയാണോ? കണ്ണടയ്ക്കാൻ നീ ഭാരപ്പെടുന്ന, ഉറക്കത്തെ പേടിക്കുന്ന ദൈവപൈതലാണോ നീ? എന്നാൽ ഇന്ന് പകലിൽ നിന്റെ നാളുകളായുള്ള നിന്റെ ഉറക്കത്തെ ആമേൻ മുടക്കിയിരിക്കുന്ന ദുർസ്വപ്നങ്ങളെ, നിന്നെ ഭീതിപ്പെടുത്തുന്ന ചില പോരുകളെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, നിന്റെ ന്യായവിധികളെ മാറ്റുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആമേൻ വചനമാണ് കേട്ടോ. ആമേൻ. ആരൊക്കെ നിങ്ങളെ ന്യായം വിധിക്കുന്നുവോ, ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തി പരിഹസിക്കുന്നുവോ, ന്യായവിധികളെ നിങ്ങൾക്ക് നേരെ പുറപ്പെടുവിച്ചുവോ, അതെല്ലാം ഇന്ന് പകൽക്കാലം മാറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ചുള്ള ന്യായവിധികളല്ലേ. അഭിഷക്തന്മാരെ കുറിച്ചാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ആമേൻ. ശത്രു ഇങ്ങനെ നോക്കിയിരിക്കുക, പാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 13-ാം വാക്യത്തിൽ ലാസ്റ്റ് പറയുന്നു, ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടുകയില്ല. എന്തിനാ ഭയപ്പെടുന്നത്? ആമേൻ. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. എന്തിനാ അവർ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ആമേൻ.
ആരും അവരെ ഇനി ഭയപ്പെടുത്തുകയില്ല. കാരണം രാജാവ് ഇറങ്ങി യുദ്ധത്തിന്, രാജാവ് ഇറങ്ങി വാളുമൂരി പരിചയം എടുത്തുകൊണ്ട് ഒരു അഭിഷത്തയെ ഒരു ദൈവ പൈതലിനെ പരിപാലിക്കാൻ ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ പൈതലെ കർത്താവ് നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം കാണുവാനാണ്, കർത്താവിൻ്റെ മഹിമയിൽ നീ സന്തോഷിക്കുവാൻ വേണ്ടിയാ. ആ സന്തോഷത്തെ എടുത്തു കളയാൻ എത്ര ശത്രു ഇനി ശ്രമിച്ചാലും, എത്ര ന്യായവിധികളെ നിനക്കെതിരെ പുറപ്പെടുവിച്ചാലും, സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ ന്യായവിധികളെ കർത്താവ് മാറ്റി നിനക്കൊരു സന്തോഷം തരുന്ന പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. അവ എത്ര ന്യായവിധികളെ നിനക്കെതിരെ പുറപ്പെടുവിച്ചാലും ഇനി അതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നാ വചനം പറയുന്നത്. വരട്ടെ, ന്യായവിധികൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, വേദനകൾ വരട്ടെ, അവിടെ എല്ലാം നിനക്ക് ആമേ സ്തോത്രം ഒരു അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആമേ, ആരോടൊക്കെ പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു. എന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചു. ആമേൻ. 27-ാമത്തെ അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം പറയുന്നു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ല. അവന്റെ രാജാവ് ആകുന്നു. എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അവനിൽ വിശ്വസിക്കും. ആദ്യം നോക്കട്ടെ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് പറഞ്ഞതോ അത് സംഭവിക്കും. കർത്താവ് എന്താ പറഞ്ഞേ? ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നല്ലേ. ദൈവവൈതലേ, നിന്നെ തന്നെ വിടുവിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ശമനപരകതുനി വൈഡകരാജകൽക്കനാദി. കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് സംസാരിക്കുന്ന നിമിഷങ്ങൾ വരാൻ പോകുന്നു. നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. നീക്കി. ഇനി ഒരിക്കലും അവൻ നിന്റെ നേരെ പത്തി ഉയർത്തത്തില്ല. അവന്റെ പത്തിയെ അടിച്ച് താഴ്ത്തി ഒരിക്കലും അനങ്ങാത്ത തലത്തിൽ ദൈവം അവനെ എന്നേക്കുമായി നിന്റെ ദേശത്തും തുടച്ചു മാറ്റിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് ആർപ്പിടുവാൻ, നിനക്ക് കരയുവാൻ, നിനക്ക് നിലവിളിക്കുവാനുള്ള സമയമല്ല ഇത്. ഇപ്പോൾ നീ സന്തോഷിക്കേണ്ട സമയമാ. ആമേൻ. കാരണം നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. വേറെ ആരുമല്ല നീക്കിയത്, ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. യുദ്ധവീരനായ യഹോവ ഇന്ന് പകൽ ചില കുടുംബത്തിന് നേരെ നിൽക്കുന്ന ശത്രുവിനെ, പകയന്മാരെ, വിശ്വാസഗോളത്തിൽ നിന്ന് തകർത്ത് കളയുന്ന ചില വാക്കുകളെ ഉന്നയിച്ചു വിടുന്ന, നിന്റെ ആരാധന എടുത്തു മാറ്റുന്ന, തീരുമാനങ്ങളെ എടുത്തു മാറ്റുന്ന, ഹല്ലേലൂയ, ഓ നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നശിപ്പിച്ചു കളയാൻ നിൽക്കുന്ന ചില ശത്രുവിനെ നിന്റെ ദേശത്തുനിന്ന് ദൈവം പിഴുതെറിയാൻ പോകുക. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, ഇന്ന് പകലിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് പറയുക, ചിലത് നീക്കിക്കളയുന്ന ദിവസമാണ്, നീക്കിക്കളഞ്ഞ് സ്വസ്ഥമാക്കുന്ന ദിവസമാ ഇന്ന് പകലിൽ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക. ന്യായവിധികളെ മാറ്റുന്ന, നിന്റെ നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, ഭർത്താവിന് നേരെ, ഭാര്യയ്ക്ക് നേരെ, നിന്റെ ബിസിനസ്സിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, ആമേൻ, നേരെ നിൽക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ഉപരിപഠനത്തിന് നേരെ ആമേൻ നിൽക്കുന്ന ചില ന്യായവിധികളെ കർത്താവ് ഇന്ന് പകൽക്കാലം മാറ്റാൻ പോകുക. ഹല്ലേലൂയ. അവൻ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റി നിന്നെ സ്വസ്ഥമാക്കാൻ പോകുക. നോക്കിക്കേ, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയില്ലേ. അവൻ ഇസ്രായേലിന്റെ രാജാവ് ആകുന്നു. എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ സമയമായി സഹോദര. നിന്റെ വെല്ലുവിളികൾ അവസാനിക്കാൻ പോകുന്നു. നീ ദൈവദാസന്മാർക്ക് നേരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ അവസാനിക്കുന്ന നിമിഷമാകാൻ പോകുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാനസാന്തരത്തിന്റെ
ആമേൻ. സ്തോത്രം. വചനത്തിന്റെ അകത്തളത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ കർത്താവ് ചില ദൗത്യങ്ങളെ ചിലരെ ഏൽപ്പിക്കുന്ന പകലായി തീരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല വ്യാഴാഴ്ച പകലിനായ സ്തോത്രം. സ്വർഗ്ഗം അനുഗ്രഹിക്കണം. ഓരോ ശുശ്രൂഷകളെയും ദൈവം മാനിക്കണമേ. അപ്പ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണമേ. രോഗികളുടെ മേൽ കർത്താവിന്റെ കരം വയ്ക്കണമേ. ശത്രുക്കളെ നീക്കി സ്വസ്ഥത നൽകണമേ. അപ്പ അങ്ങയുടെ കൃപ കൊണ്ട് പൊതിയണം. അത്ഭുതം ചെയ്യണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.